വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4:1 മക്സ് യൂസിങ് ഗേറ്റ്സ് എന്നുള്ള എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം, ട്രൂത്ത് ടേബിൾ ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം 4:1 മക്സ് എന്ന് പറഞ്ഞാൽ അതിന് 2 സെലക്ട് ലൈൻസ് ഉണ്ടാവും. അതോടൊപ്പം 4 ഡേറ്റ ഇൻപുട്ടുകളായിരിക്കും ഉണ്ടാവുക. സിംഗിളായിട്ടുള്ള ഒരു ഔട്ട്പുട്ടും ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, വൈ ആണ് നമ്മുടെ ഔട്ട്. S1 S0 സെലക്ട് ലൈൻസ്, D0 ടു D3 4 ഇൻപുട്ട് ലൈൻസ്. S1 S0 ആണ് നമ്മുടെ സെലക്ട് ലൈൻസ്. 0 കണ്ടീഷനിൽ D0 സെലക്ട് ആവും, 1ൽ D1 ആയിരിക്കും സെലക്ട് ആവുക, 10ൽ D2 എന്നുള്ള ഡേറ്റ ലൈനും ആൻഡ് 1ൽ D3 ആയിരിക്കും സെലക്ട് ആവുക. സോ അതിന് ആവശ്യമായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, 3 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓർ ഗേറ്റിൻ്റെ ICയും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സർക്യൂട്ട് വരച്ചിട്ടുള്ളത്. S1 S0 സെലക്ട് ലൈൻസ് ആൻഡ് D0 ടു D3 ഡേറ്റ ഇൻപുട്ട് ആൻഡ് Y ആണ് നമുക്ക് ഔട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നമുക്കൊരു നോട്ട് ഗേറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു നോട്ട് ഗേറ്റിന് ആവശ്യമായിട്ടുള്ള പിൻ നമ്പർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1ഉം 1 ആയിരിക്കും ഇൻപുട്ട്, 2 ഔട്ടാണ്, 3 ഇൻപുട്ടാണ്, അതുപോലെ 4 ഔട്ടായിട്ട് മാർക്ക് ചെയ്യാം. 3 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. 3 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 7411 എന്നുള്ള IC യൂസ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്. സോ 7411ൻ്റെ ഒരു പിൻ ഔട്ട് ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് 3 ആൻഡ് ഗേറ്റ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫിഗറിനകത്ത് 4 ആൻഡ് ഗേറ്റാണ് ആവശ്യമായിട്ടുള്ളത്. സോ 2 IC നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു 7411ൻ്റെ പിൻ നമ്പർ നമുക്ക് പിൻ ഔട്ട് ഡയഗ്രാം നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു ICയുടെ ഫസ്റ്റ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ 1ഉം 2ഉം 13ഉമാണ് ഇൻപുട്ട്, 12 എന്നാണ് ഔട്ട് എടുത്തേക്കുന്നതെന്ന് മനസ്സിലാക്കാം. സോ ആ ഒരു നമ്പർ നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1, 2 ആൻഡ് 13 ആണ് ഇൻപുട്ട്, 12 ആണ് ഔട്ട്. ആ സെയിം ICയിൽ തന്നെയുള്ള രണ്ടാമത്തെ ഗേറ്റ് ഏതാണെന്ന് നോക്കാം. 3, 4, 5 ആണ് ഇൻപുട്ട്, 6 എന്നാണ് നമ്മൾ ഔട്ട് എടുത്തേക്കുന്നത്. സോ 3, 4, 5 എന്ന് രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന് നമുക്ക് ഇൻപുട്ടായിട്ട് മാർക്ക് ചെയ്യാം. 3, 4, 5 ആണ് ഇൻപുട്ട് ആൻഡ് 6 ആണ് നമ്മുടെ ഔട്ടായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ആ ഒരു IC ആ പിൻ ഔട്ട് ഡയഗ്രാം നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി ഒരു ഗേറ്റും കൂടി യൂസ് ചെയ്യാനായിട്ട് അതിനകത്ത് ബാക്കിയായിട്ടുണ്ട്. ഓക്കെ, ഒരു IC കൂടി, ഒരു ഗേറ്റ് കൂടി നമുക്കതിൽ യൂസ് ചെയ്യാം. ബട്ട് ഇനി നമുക്ക് 2 ഗേറ്റിൻ്റെ ആവശ്യം ഫിഗറിനകത്തുണ്ട്. സോ എന്തായാലും നമുക്കൊരു IC എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ടാമത്തെ 2 ഗേറ്റ്സുകളും ഒരു സെക്കൻഡ് ICയിൽ നമുക്ക് ചെയ്യാം. 1, 2, 13, 12 എന്ന് അതിന് നമ്പർ ചെയ്യാം. 3, 4, 5, 6 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഇരിക്കുന്ന 2 ആൻഡ് ഗേറ്റുകൾ ഒരു ICക്കകത്തും സെക്കൻഡ് ആൻഡ് ഗേറ്റ് അടുത്തതിനകത്തും. ഓർ ഗേറ്റിന് നമ്പർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് ഓർ ഗേറ്റിൻ്റെ പിൻ ഔട്ട് ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കുക. പിൻ ഔട്ട് ഡയഗ്രാം നോക്കി എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോസ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിൽ പിൻ നമ്പർ ചെയ്തു. ഇനി നമുക്ക് ബ്രെഡ് ബോർഡിൽ IC കണക്ട് ചെയ്യാം. ബ്രെഡ് ബോർഡിനകത്ത് നമുക്ക് 7404, 7411ൻ്റെ 2 IC ആൻഡ് 7432 കാണാം. 7404 ആണ് ആദ്യം ഇരിക്കുന്ന IC. 7411 2 ഗേറ്റിൻ്റെ ഫസ്റ്റ് IC ഇരിക്കുന്നുണ്ട്. അടുത്ത 7411നായിട്ടുള്ള 2 IC 7411 IC ഇരിപ്പുണ്ട്. പിന്നെ 7432 ഗേറ്റും ഇരിപ്പുണ്ട്. ടോട്ടൽ 4 ഗേറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തേക്കുള്ള വീഡിയോസിൽ എങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും IC നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ആ ഇരിക്കുന്ന രണ്ടാമത്തെ ICയിലാണ് ആൻഡ് ഗേറ്റിൻ്റെ 2 ആദ്യത്തെ ഗേറ്റുകൾ വരുന്നത്. മൂന്നാമത്തെ ICയിലാണ് അടുത്ത ഗേറ്റുകൾ വരുന്നത്. ലാസ്റ്റ് 1 ആണ് എന്ത് പറഞ്ഞത്, ഓർ ഗേറ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് IC നമ്മളെന്താണ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യാം, VCC ഗ്രൗണ്ട് കണക്ഷൻസ് നമുക്കങ്ങ് ചെയ്യാം. ബിക്കോസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് അത് മാർക്ക് ചെയ്തിട്ടില്ലാത്ത കാരണം നമ്മൾ VCC ഗ്രൗണ്ട് കണക്ഷൻ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ ആദ്യമേ ഗ്രൗണ്ട് കണക്ഷൻ നമുക്കങ്ങ് ചെയ്യാം. എല്ലാ ICയുടെയും 7th പിന്നുകൾ ആണ് ഗ്രൗണ്ട്. സോ 7th പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തേക്ക് ഗ്രൗണ്ട് കണക്ഷൻ
കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഐ സിക്കും ഒരേപോലെ തന്നെ ഗ്രൗണ്ട് കണക്ഷൻ കിട്ടും. സോ എല്ലാ ഐ സിയുടെയും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഈ എല്ലാ ഐ സികളും 7th പിന്നാണ് അതിൻ്റെ ഗ്രൗണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ 7th പിന്നുകൾ ഷോർട്ട് ചെയ്തു. സോ എല്ലാത്തിൻ്റെ 14th പിന്നുകൾ VCC ആയത് കാരണം നമ്മൾ എല്ലാത്തിൻ്റെ 14th പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി ഇതിലേതെങ്കിലും ഒരു ഐ സിയുടെ 14ാമത്തെ പിന്നിൽ നമ്മൾ VCC കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ 4 ഐ സിക്ക് മറ്റേ ടൈം എന്ത് കിട്ടിക്കോളും? VCC എന്നുള്ള കണക്ഷൻ കിട്ടിക്കോളും. അപ്പോൾ അത് ആദ്യമേ അങ്ങ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ള കണക്ഷൻ നമുക്ക് നോക്കാം. നമുക്കുള്ള എക്സ്റ്റേണൽ കണക്ഷൻസ് പിന്നെ കണക്ട് ചെയ്യാം. ഇപ്പം ഒരു നോട്ട് ഗേറ്റ് ഇരിപ്പുണ്ട്. നോട്ട് ഗേറ്റിൽ നിന്ന് ആൻഡ് ഗേറ്റിലേക്ക് പോകുന്ന കണക്ഷൻസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്നതാണ് നോട്ട് ഗേറ്റ്. രണ്ടാമതിരിക്കുന്നത് 7411ൻ്റെ ഐ സി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ 74 നോട്ട് ഗേറ്റിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നിന്നൊരു കണക്ഷൻ ആൻഡ് ഗേറ്റിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രം നോക്കുമ്പോഴേക്കും കാണാൻ പറ്റും. ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? നോട്ട് ഗേറ്റിൻ്റെ 4ാമത്തെ പിന്നിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്? ആൻഡ് ഗേറ്റിൻ്റെ രണ്ടാമത്തെ പിന്നിലേക്ക് പോകുന്നുണ്ട്. സോ ആ ഒരു പിൻ നമ്പർ മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോഴുള്ള ഗുണം ഇതാണ്. നമുക്ക് ജസ്റ്റ് നമ്പർ നോക്കിയിട്ട് കണക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് അതിനകത്ത് D0 എന്നുള്ള ഒരു ഇൻപുട്ട് കണക്റ്റ് ചെയ്യണം. അത് ഫൈനലി നമുക്ക് കിറ്റ് കണക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്നുള്ള ഇൻപുട്ട് എടുത്ത് കണക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആ രണ്ടാമതിരിക്കുന്ന ഐ സി തന്നെയുള്ള സെക്കൻഡ് ആൻഡ് ഗേറ്റിനുള്ള കണക്ഷൻ ചെയ്യാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റിൻ്റെ 2ൽ നിന്ന് ആൻഡ് ഗേറ്റിൻ്റെ 3rd പിന്നിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അതോടൊപ്പം നോട്ട് ഗേറ്റിൻ്റെ 3ൽ നിന്നൊരു കണക്ഷൻ ആൻഡ് ഗേറ്റിൻ്റെ 4ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ കണക്ഷൻ എന്താണ്? നോട്ട് ഗേറ്റിൻ്റെ 2ൽ നിന്ന് ഒരു കണക്ഷൻ ആൻഡ് ഗേറ്റിൻ്റെ 3ലേക്കാണ് പോകുന്നത്. സോ നോട്ട് ഗേറ്റിൻ്റെ 2ഉം ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് ഇരിക്കുന്ന ഐ സി തന്നെയാണ് രണ്ടാമത്തെ ആൻഡ് ഗേറ്റും വരുന്നത് അല്ലേ? നമ്മൾ ആ ഒരു പിന്നെ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അത് നോക്കിയിട്ട് എങ്ങോട്ടാണ് പോവേണ്ടത്? 3rd പിന്നിലാണ് പോവേണ്ടത്. സോ ആൻഡ് ഗേറ്റിൻ്റെ 2 ആൻഡ് ആൻഡ് ഗേറ്റിൻ്റെ 3 ആൻഡ് നോട്ട് ഗേറ്റിൻ്റെ 2 കണക്ട് ചെയ്തു. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റിൻ്റെ 3യും ആൻഡ് ഗേറ്റിൻ്റെ 4ഉം കൂടി കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കണക്ഷൻ നമ്മൾ നോക്കിയിട്ട് കണക്ട് ചെയ്യാം. കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ കണക്ട് ചെയ്യുക. ഓരോ പോയിൻ്റ് പോയിരിക്കുന്നത് ആൻഡ് അതിൻ്റെ D1 എന്നുള്ള ഇൻപുട്ട് ഫൈനലി നമുക്ക് കൊടുക്കാം. ഇനി 3rd ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എത്രാമത്തെ ഐ സിയാണ്? നമ്മൾ ബ്രെഡ് ബോർഡിൽ പ്ലേസ് ചെയ്തേക്കുന്ന 3ാമത്തെ ഐ സിയാണ് നമുക്കറിയാം. അതിലേക്ക് പോകുന്ന കണക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോട്ട് ഗേറ്റിൻ്റെ 1ൽ നിന്ന് ഒരു കണക്ഷൻ 3rd ഇരിക്കുന്ന ഐ സിയുടെ 1ലേക്ക് 3rd ഇരിക്കുന്ന ആൻഡ് ഗേറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ 1ഉം ആൻഡ് ഗേറ്റിൻ്റെ 3യും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു 3യിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന പിന്നിലേക്കുള്ള കണക്ഷനിലൊന്നും ടച്ച് ആകാതെ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നോട്ട് ഗേറ്റിൻ്റെ 4ഉം ആൻഡ് ഗേറ്റിൻ്റെ 2ഉമാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷനും നമ്മൾ നോക്കി എന്ത് ചെയ്യുക. ഓക്കെ, കണക്റ്റ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ലീഡ്സുകൾ തമ്മിൽ ടച്ച് ചെയ്യാതെയൊക്കെ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും കണക്ഷൻ ചെയ്യുന്നത് വേസ്റ്റായി പോകും. ഓക്കെ, D2 എന്നുള്ള ഇൻപുട്ട് നമുക്ക് ഫൈനലി കിറ്റിൽ നിന്ന് ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്? ലാസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട ലാസ്റ്റ് വരുന്ന ഒരു ആൻഡ് ഗേറ്റാണ്. ലാസ്റ്റ് ആൻഡ് ഗേറ്റും എവിടെയാണ് ഇരിക്കുന്നത്? 3rd 3ാമതിരിക്കുന്ന ഐ സിയിലാണുള്ളത്. അപ്പോൾ അതിലേക്ക് വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റിൻ്റെ 1ൽ നിന്നൊരു കണക്ഷൻ ആൻഡ് ഗേറ്റിൻ്റെ 3യിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ 3 ആൻഡ് നോട്ട് ഗേറ്റിൻ്റെ 1 തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു കണക്ഷൻ നോക്കി കണക്ട് ചെയ്യുക. ആൻഡ് അതിലേക്ക് വരുന്ന അടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റിൻ്റെ 3rd പിന്നും ആൻഡ് ഗേറ്റിൻ്റെ 4th പിന്നും തമ്മിലുള്ളൊരു കണക്ഷനാണ് വരുന്നത്. സോ അതും നോക്കിയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു കണക്ഷൻ കഴിഞ്ഞാൽ
പിന്നെ നമുക്കതിൽ ബാക്കിയുള്ളത് D3 എന്നുള്ളൊരു ഇൻപുട്ടാണ്. അത് നമുക്ക് കിറ്റിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, ഇൻപുട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആൻഡ് ഗേറ്റിലേക്കുള്ള കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഓർ ഗേറ്റിലേക്ക്, ആൻഡ് ഗേറ്റിൽ നിന്ന് ഓർ ഗേറ്റിലേക്കുള്ള കണക്ഷൻസാണ് ചെയ്യേണ്ടത്. എന്താണ് ആൻഡ് ഗേറ്റിൻ്റെ, അതായത് രണ്ടാമതിരിക്കുന്ന ആൻഡ് ഗേറ്റ്, അതായത് രണ്ടാമത്തെ IC മീൻസ് ഫസ്റ്റ് ആൻഡ് ഗേറ്റ്. ഓക്കെ, രണ്ടാമത്തെ ICയിൽ നിന്നുള്ള 12ാമത്തെ പിന്നിൽ നിന്നുള്ള ഒരു കണക്ഷൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓർ ഗേറ്റിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്ക് പോകുന്നുണ്ട്. സോ ഓർ ഗേറ്റിൻ്റെ 1ഉം ആൻഡ് ഗേറ്റിൻ്റെ 12ഉം ആയിട്ടുള്ള ഒരു കണക്ഷൻ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, ഓർ ഗേറ്റിൻ്റെ 2ഉം ആൻഡ് ഗേറ്റിൻ്റെ 6ഉം തമ്മിലുള്ള ഒരു കണക്ഷനാണ്, അത് ചെയ്യുക. ഓക്കെ, ഇനിയുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ആൻഡ് ഗേറ്റിൻ്റെ, അതായത് നമ്മൾ മൂന്നാമതായി പ്ലേസ് ചെയ്തിരിക്കുന്ന ആൻഡ് ഗേറ്റ്. ഓക്കെ, ഫസ്റ്റ് നോട്ട് ഗേറ്റ് ആയിരുന്നു, സെക്കൻഡ് ഒരു ആൻഡ് ഗേറ്റാണ്, തേർഡും ആൻഡ് ഗേറ്റാണ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പോൾ തേർഡ് ഇരിക്കുന്ന ആൻഡ് ഗേറ്റിൻ്റെ 12ാമത്തെ പിന്നും ലാസ്റ്റ് ഓർ ഗേറ്റിൻ്റെ 4th പിന്നും തമ്മിൽ ഉള്ള കണക്ഷൻ ചെയ്യുക. ഇനി വരുന്ന ലാസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റിൻ്റെ 6ഉം ഓർ ഗേറ്റിൻ്റെ 5ഉം തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ഓക്കെ, ഈ ഒരു കണക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്ന കാരണമാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത്. അപ്പോൾ കണക്ഷൻ അറിയാത്ത ഒരുപാട് പേർക്ക് അത് സൗകര്യപ്പെടുമെന്ന് കരുതിയിട്ടാണ് ആ ഒരു കണക്റ്റ് ചെയ്യുന്ന വീഡിയോയും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നത്. കണക്ഷൻ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. ഓക്കെ, ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വരുന്ന കണക്ഷൻ എന്താണ്, ആൻഡ് ഗേറ്റിൻ്റെ 3, ഓർ ഗേറ്റിൻ്റെ 3, 9 തമ്മിലുള്ളൊരു കണക്ഷനുണ്ട്. അതുപോലെ ഓർ ഗേറ്റിൻ്റെ 6ഉം 10ഉം തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നുണ്ട്. സോ ആ രണ്ട് കണക്ഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. 9ഉം 3ഉം കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 6ഉം 10ഉം കൂടി കണക്ട് ചെയ്യാം. അത് സെയിം ICക്കകത്താണ്, ഓർ ഗേറ്റിനകത്ത് തന്നെയാണ് ആ ഒരു കണക്ഷൻ വരുന്നത്. ഓക്കെ, ആ ഒരു കണക്ഷനും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ കഴിയും. പിന്നെ ഇനി നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ്, VCC ഗ്രൗണ്ട് കണക്ഷൻ, കിറ്റിലേക്കുള്ള കണക്ട് ചെയ്തിട്ടുള്ള കണക്ഷൻസാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോർഡിലെ കണക്ഷൻ ഓവറാണ്. ഇനി ഇതാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റിനകത്ത് നമ്മൾ S0 S1 ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ D0 to D3 വരെയുള്ള 4 ഇൻപുട്ട് ലൈൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഒരു ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിനായിട്ടുള്ളൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്, VCCക്കായിട്ടുള്ള ഒരു കണക്ഷനും എടുത്ത് വച്ചിട്ടുണ്ട്. സോ ഇത് നമ്മളിനി കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ബോർഡിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കറിയാം VCC എന്ന് പറയുന്നത് 14th പിന്നാണ്. സോ ഏതെങ്കിലും ഒരു ICയുടെ 14th പിന്നിൽ VCC കൊടുക്കുക. ഓൾറെഡി ഷോർട്ടഡ് ആണ്, സോ എല്ലാ ICക്കും കിട്ടിക്കോളും. അതുപോലെ ഗ്രൗണ്ട് കണക്ഷൻ ഏതെങ്കിലും ഒരു ICയുടെ 7th പിന്നിൽ കണക്റ്റ് ചെയ്യുക. ഇനി നമുക്കുള്ളത് സെലക്ട് ലൈൻസ് കണക്ട് ചെയ്യണം, D0 to D3 വരെയുള്ള ഇൻപുട്ട്സ് കണക്ട് ചെയ്യണം, ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം. നമ്മുടെ ആ ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കിയിട്ട് എങ്ങോട്ടേക്കാണ് S1 പോവേണ്ടത്, നോട്ട് ഗേറ്റിൻ്റെ 1ാമത്തെ പിന്നിലേക്കാണ് S1ൻ്റെ ഒരു കണക്ഷൻ പോകുന്നത്. സോ അത് കണക്ട് ചെയ്യുക. നമുക്ക് എല്ലാ വയറിങ്ങും ഇങ്ങനെ ചെയ്ത് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടാണ്, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. സോ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. S0 കൊടുത്തിട്ടുണ്ട്, S1 കൊടുത്തിട്ടുണ്ട്, അതുപോലെ D0 to D3 കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു എല്ലാ കണക്ഷനും നോക്കിയിട്ട് അതേപോലെ കണക്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഫൈനലി നമുക്ക് ഔട്ട്പുട്ടാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് കണക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് 2 ഇൻപുട്ട്സ് എന്ന് പറയുന്നത് സെലക്ട് ലൈൻസ് ആണ്. അത് കഴിഞ്ഞ ഒരു ഇൻപുട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് D0, D1, D2, D3 ഈ ഒരു ഓർഡറിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഔട്ട്പുട്ടും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി എങ്ങനെയാണ് മക്സിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക? മക്സിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് 2 സെലക്ട് ലൈൻസ് ഉണ്ട്. സെലക്ട് ലൈൻസ് S1 S0 0 ആവുന്ന സമയത്ത് D0യിൽ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് അതാണ് മക്സിന് ഔട്ടായിട്ട് സെലക്ട് ചെയ്ത് പുറത്ത് വരുന്നത്. 4 ഇൻപുട്ട് ലൈൻ ഉണ്ടെങ്കിലും ഏതാണ് പുറത്ത് വരുന്നത്? 0 കണ്ടീഷനിൽ D0യിൽ എന്താണോ കൊടുത്തേക്കുന്നത്, D0 ഈ പിന്നാണ്. D0യിൽ 0 ആണെങ്കിൽ ഔട്ട് 0 ആയിരിക്കും. 1 ആണ് നമ്മൾ D0യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ 1 ഔട്ടിൽ വരും. സോ 0 കണ്ടീഷനിൽ D0യിൽ 0 കൊടുത്തപ്പോൾ 0 വന്നു, 1 കൊടുത്തപ്പോൾ 1 വന്നു. ഇനി നമുക്ക് നോക്കാം 0 എന്നുള്ള സെലക്ട് ലൈൻ കണ്ടീഷനിൽ വേറെ ഏതെങ്കിലും ഇൻപുട്ടിനെ ഈ മക്സ് സെലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല. നമ്മൾ D1 1 ആക്കി നോക്കി, D2 1 ആക്കി നോക്കി, അതുപോലെ D3 1 ആക്കി നോക്കി. ഈ 3 ഇൻപുട്ടുകളെല്ലാം ഹൈ ആക്കി നോക്കിയിട്ടും നമുക്ക് ഔട്ട് വന്നില്ല. ബിക്കോസ് 0 കണ്ടീഷനിൽ D0യിൽ എന്തുണ്ടോ അത് മാത്രമേ സെലക്ട് ചെയ്ത് ഔട്ടിലേക്ക് വരത്തുള്ളൂ. ഇനി 0 1 ആണ് നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ. സെലക്ട് ലൈൻസ് 0 1 പൊസിഷനിൽ വെച്ചാൽ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക? D1ൽ എന്താണോ ഇൻപുട്ട് കൊടുത്തേക്കുന്നത്, D1ൽ D0യിലല്ല D1ലാണ് ഇൻപുട്ട് എന്താണോ കൊടുത്തേക്കുന്നത്. 0 കൊടുത്താൽ 0 വരും. 1 ആണ് കൊടുക്കുന്നതെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1 ഔട്ട് കിട്ടും. നോക്കി, 1 കൊടുത്തപ്പോൾ 1 കിട്ടി. ഇതേതാണ് D1. ഈ 0 1 കണ്ടീഷനിൽ D0 1 ആക്കി നോക്കിയപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. D2 1 ആക്കി നോക്കിയപ്പം കിട്ടുന്നില്ല. D3 കൊടുത്തപ്പോഴും കിട്ടുന്നില്ല. ബിക്കോസ് 0 1 കണ്ടീഷനിൽ ആര് മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ? D1ൽ എന്താണോ കൊടുത്തേക്കുന്നത് അത് മാത്രമായിരിക്കും ഔട്ടിൽ വരിക. ഇനി 1 0 എന്നുള്ള കണ്ടീഷനിൽ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? D2 എന്നുള്ള പിന്നിനെ. D2 എന്നുള്ള ഡേറ്റ 0 ആയിരിക്കുന്ന സമയത്ത് ഔട്ട് 0, 1 ആയിരിക്കുന്ന സമയത്ത് എന്താണ്? ഔട്ട് 1. നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ നോക്കുക 1 0യിൽ വേറെ ഏതെങ്കിലും ഇൻപുട്ടിനെ ഇത് സെലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സെലക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലായിരിക്കും അത് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയാൻ പറ്റുക. ഇനി എന്താണ്? ഫൈനൽ കണ്ടീഷൻ 1 1 ആണ്. 1 1ൽ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത്? D3യിൽ നമ്മുടെ 4ാമത്തെ ഇൻപുട്ട് എന്താണോ, 0 ആയിരിക്കുമ്പോൾ 0, 1 ആയിരിക്കുമ്പോൾ 1. ഈ 1 1 കണ്ടീഷനിൽ വേറെ ഡേറ്റാസിനെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല എന്ന് അതും നമ്മൾ എന്ത് ചെയ്യുക? ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമായിരിക്കും നമ്മൾ ചെയ്തേക്കുന്ന സർക്യൂട്ട് കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുക. സെലക്ട് ലൈൻസിനനുസരിച്ചിട്ട് ഏത് ഡേറ്റ ഇൻപുട്ടാണ് ഔട്ടിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. സോ അതുമാതിരിയാണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് കൊണ്ട് എന്താണ് നന്നായിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. 0 കണ്ടീഷനിൽ നമ്മൾ D0 സെലക്ട് ആവുന്നത് നോക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ഇൻപുട്ട് സെലക്ട് ആകുന്നില്ല എന്നും കൂടി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ഒരു മക്സ്. ഇങ്ങനെയാണ് നമുക്കൊരു ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത്. കുറേ പേർക്കും മക്സിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ എങ്ങനെയാണ് അത് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് DMXൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.